ഹലോ ഗൈസ്, വെൽക്കം, വണക്കം. ആദ്യം നമുക്കൊരു പാട്ട് കേൾക്കാം. എൻ്റെ പാട്ടല്ല, ഒരു പാട്ട് കേൾക്കാം. പാട്ട് കേട്ടതിന് ശേഷം ആ സന്തോഷത്തിൽ നിൽക്കുന്ന അവരുടെ യഥാർത്ഥ സന്തോഷവും അതിൻ്റെ പിന്നിൽ ചിലപ്പോൾ നമ്മൾ കേൾക്കുന്ന സമയത്ത് നമ്മളൊരു വിങ്ങലോടുകൂടിയും അത്ഭുതത്തോടുകൂടിയും കാണുന്ന ഒരു ജീവിത കഥ. അത് ജീവിത കഥയല്ല, യഥാർത്ഥമാണ്. എന്താണെന്നുള്ളത് കേൾക്കാം. ആദ്യം ആ പാട്ടിന് ശേഷം അവരുടെ ലൈഫ്, നമ്മുടെ സമൂഹത്തിലെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ആരെങ്കിലും ഇൻസ്പയർ ചെയ്യാനുണ്ടെങ്കിൽ, ശരിക്കും പറഞ്ഞാൽ പ്രത്യേകിച്ച് പ്രണയവും പ്രണയത്തിൻ്റെ തേപ്പും അങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കഷായം ഗ്രീഷ്മയെക്കുറിച്ചും അതുപോലുള്ള ഒരുപാട് പേര് കേൾക്കുന്നുണ്ട്. ആണും പെണ്ണുമായിട്ടുള്ള തേപ്പുകളുടെ കഥകൾ നമ്മൾ നിരന്തരം കേൾക്കാറുണ്ട്. അവർക്കെല്ലാവർക്കും വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോ സമർപ്പിക്കുന്നു. കാരണം ഇത് നിങ്ങളുടെ ലൈഫിലും എല്ലാവരുടെ ലൈഫിലും ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെയുള്ള വ്യക്തികളെ അറിഞ്ഞിരിക്കേണ്ടതാണ്, കണ്ടിരിക്കേണ്ടതാണ്. നമുക്കാദ്യം ആ പാട്ട് കേൾക്കാം. എൻ്റെ എല്ലാം എൻ്റെ എല്ലാം എല്ലാം അല്ലേ, എൻ്റെ ചേരത്തച്ചമ്പരുന്തല്ലേ, നിന്റെ കാലിലെ കാണാ പാദസ്വരം ഞാനല്ലേ, ഞാനല്ലേ, നിന്റെ മാറിയിലെ മായാ ചന്ദന പൊട്ടെനിക്കല്ലേ, എനിക്കല്ലേ, എൻ്റെ എല്ലാം എല്ലാം അല്ലേ, എൻ്റെ ചേലത്തച്ചെമ്പരുന്തല്ലേ, നിന്റെ കാലിലെ കാണാ പാദസ്വരം ഞാനല്ലേ, ഞാനല്ലേ, നിന്റെ മാറിയിലെ മായാ ചന്ദന പൊട്ടെനിക്കല്ലേ, എനിക്കല്ലേ. കിണുങ്ങാ കിങ്ങിണിച്ചപ്പേ ചിരിക്കാ ചെമ്പകമുട്ടേ, പിണങ്ങാതൻ മിനുങ്ങാതെന്താണ് എന്താണ്, ഹൊയ് 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 ഹൊയ്, മയങ്ങാതെന്താണ് എന്താണ് എന്താണ്, മിന്നാ മിന്നും മോരാരമായി പാടം രഹവിഷറിയുണ്ടാക്കാം. ഓക്കെ, ഈ പാട്ടിലൂടെ അവരുടെ ആ ഒരു സന്തോഷം അത് എന്നും നിലനിൽക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആസ് എ ബ്രദർ ഞാനത് ആശംസിക്കുന്നു. ഓക്കെ, ഇനി ഇവരുടെ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ എന്താണ് ആ ചിരിയുടെ പിന്നിൽ അവർ നമ്മുടെ മുമ്പിൽ കാണിക്കാതിരുന്നൊരു കാര്യം എന്താണ്? അതാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ലൈഫിൻ്റെ അകത്ത് ജീവിതത്തിൻ്റെ അകത്ത് ചില വ്യത്യസ്തമായ മുഖങ്ങൾ കണ്ട് നമ്മൾ വേദനയിലേക്ക് പോകാറുണ്ട്. അവിടെ ഇവർ എങ്ങനെ വ്യത്യസ്തരാകുന്നു എന്നുള്ളതാണ് ഇനി നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഈ അടുത്ത ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ട കുറേയധികം ചാനലുകൾ, പ്രോഗ്രാംസും മറ്റുള്ള പരിപാടികളൊക്കെ കണ്ടതിൽ മനസ്സിനെ വളരെയധികം സന്തോഷിപ്പിച്ച ഒരു നല്ല ഒരു വീഡിയോ, നമ്മുടെ ദൃശ്യങ്ങൾ നമ്മുടെ വന്നതെന്ന് വെച്ചാൽ, ചേട്ടാ എന്ത് ചെയ്യുന്നു? ഹോസ്പിറ്റലിൽ അനസ്തേഷ്യോളജിസ്റ്റ് ആയിരുന്നു. ഇപ്പൊ ഒന്നും ചെയ്യുന്നില്ല. ഒരു ആക്സിഡന്റ് പറ്റിയിട്ടിരിക്കുക. കഴിഞ്ഞ വർഷം ഞാൻ വന്നപ്പോഴായിരുന്നു. ഇപ്പം ഒന്നും ചെയ്യുന്നില്ല. ആക്സിഡന്റ് ഒരു പ്രൈവറ്റ് ബസ് വന്ന് ഇടിച്ചതാ. എന്നിട്ട് സ്പൈനൽ കോഡ് ഇഞ്ചറി പറ്റിയേക്കുക. സ്പൈനൽ കോഡ് ഇഞ്ചറി പറ്റിയിരിക്കുക. അതിന്റെ ട്രീറ്റ്മെന്റ് വല്ലതാണോ? ട്രീറ്റ്മെന്റിലാണ്. നെഞ്ചിന് താഴോട്ട് പാലിസ്റ്റാണ്. വളരെ സിമ്പിളായിട്ട് അത് പറഞ്ഞു പോയത്. ഇടുപ്പിന് താഴോട്ട് പാരലൈസ്ഡ് ആണ്. നമ്മൾ കുറച്ച് മുമ്പ് കണ്ട ആ ഒരു ആ യദുവിൻ്റെ എൻ്റെ എല്ലാം എല്ലാം അല്ലേ എന്ന് സ്നേഹത്തോടെ ചേർത്ത് നിർത്തി, തൻ്റെ പ്രിയതമയെ ചേർത്ത് നിർത്തി ആ പാട്ട് പാടി നമ്മുടെ മുമ്പിൽ സന്തോഷിപ്പിച്ചപ്പോൾ നമുക്ക് ആർക്കും അറിയത്തില്ല അതിൻ്റെ പിന്നിൽ ഇങ്ങനൊരു വിങ്ങലുണ്ടായിരുന്നു, ഇങ്ങനൊരു കഥ അതിൻ്റെ പുറകിലുണ്ടായിരുന്നു. നമ്മുടെ ഈ കാലഘട്ടത്തിലെ അല്ലെങ്കിൽ ഇതുവരെ കേട്ട പ്രണയകഥകളിലെല്ലാം മിക്കതിനകത്തും നമ്മൾ കേൾക്കുന്ന പ്രകടമായൊരു വാക്കാണ് തേപ്പ്. എന്തെങ്കിലും ഒരു ആപത്ത് വന്നു കഴിഞ്ഞാൽ ആ ആപത്ത് സമയത്ത് നിന്ന് തന്നെ നമ്മളെ കൈയൊഴിഞ്ഞിട്ട് പോകും. അത് പെണ്ണെന്നോ ആണെന്നോ വ്യത്യാസമൊന്നുമില്ല. അത് ഈ പ്രണയത്തിൻ്റെ അകത്ത് മിക്ക സമയങ്ങളിൽ ആത്മാർത്ഥതയില്ലാത്ത ബന്ധങ്ങൾ അങ്ങനെ സംഭവിക്കും. പക്ഷേ ആ ഒരു പെൺകുട്ടിക്ക് വേണമെങ്കിൽ ഈ പറഞ്ഞ തേപ്പുകാരികളിൽ പെട്ട ഒരാളായിട്ട് വേണ്ടിയിട്ട് മാറാൻ പറ്റും. തേപ്പുകാരന്മാരുണ്ട് കേട്ടോ, പെണ്ണുങ്ങളെല്ലാം തേപ്പുകാരി എന്നല്ല എൻ്റെ അർത്ഥം. അതിനകത്തൊരു സ്ത്രീ ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. എത്രയോ തേപ്പുകാരികളിൽ ഒരാളായിട്ട് വേണമെങ്കിൽ മാറാമായിരുന്നു. യദുവിനെ നിഷ്കരണം, എനിക്ക് വേറെ ജീവിതമുണ്ട്, എനിക്ക് താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞ് പോകാമായിരുന്നു. പക്ഷേ സ്പൈനൽ കോഡ് ഇഞ്ചറി ഒരു ആക്സിഡൻറ്റിൽ സംഭവിച്ചിട്ട് തൻ്റെ പ്രിയപ്പെട്ടവനെ അവൻ വീണപ്പോൾ അവൾ കൂടെ തുണയായിട്ട് നിന്നു. ഇതിനെ ഒരു യഥാർത്ഥ കഥ പറയണമെങ്കിൽ നമ്മുടെ ദശരഥൻ്റെ കഥ മാത്രമേ ഉള്ളൂ. കൈകേയി ദശരഥനെ ആ ഒരു രഥത്തിൽ വിരൽ ഇങ്ങനെ വെച്ചുകൊണ്ട് അദ്ദേഹത്തിനെ രക്ഷപ്പെടുത്തിയെന്നുള്ള കഥ. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മുടെ മഹാഭാരതത്തിന് നമ്മുടെ എന്താ പറയുക ആയിരമാനകളുടെ നമ്മുടെ ധൃതരാഷ്ട്രർ അല്ലേ, തെറ്റിപ്പോയോ? ഓക്കെ, അദ്ദേഹത്തിൻ്റെ ഭാര്യ കണ്ണ് കെട്ടിക്കൊണ്ട് നിൽക്കുന്ന കഥ. ഇങ്ങനെ കുറേ അധികം ഉണ്ട് അല്ലേ. ഗാന്ധാരി അല്ലേ. ഓക്കെ, തെറ്റുണ്ടെങ്കിൽ തിരുത്തണം. നമുക്ക് കേൾക്കാം ബാക്കി. എല്ലാവരും ഞെട്ടിപ്പോയി ശരിക്കും ഇത് കേട്ടിട്ട്.
സമ്മതിച്ചില്ല. അപ്പൊ നിങ്ങളുടെ പ്രണയമാണെന്നേ ഉള്ളൂ അതോ എൻഗേജ്മെന്റ് വല്ല ഫിക്സ് ചെയ്തു? ഉറപ്പിച്ച് വെച്ചേക്കോ. ഈ ആക്സിഡന്റ് മുന്നേ വരെ അങ്ങനെ അത്ര സമ്മതിച്ചില്ല. പക്ഷെ ആക്സിഡന്റ് കഴിഞ്ഞതിന് ശേഷം വീട്ടുകാരൊക്കെ സമ്മതിച്ചു. ആക്സിഡന്റ് മുമ്പിൽ നിങ്ങളുടെ പ്രണയം സമ്മതിച്ചില്ല. ആക്സിഡന്റ് ശേഷം ഒക്കെ ഉണ്ടായിരുന്നു. ആക്സിഡന്റ് കഴിഞ്ഞ നമുക്ക് നമ്മുടെ സ്റ്റാൻഡപ്പ് ജഡ്ജ് ചെയ്യേണ്ടത് തോന്നുന്നു. ഇതെന്താ ആക്സിഡന്റിന് മുമ്പേ വീട്ടുകാർ സമ്മതിച്ചിട്ടില്ല, പക്ഷെ ആക്സിഡന്റിന് ശേഷം വീട്ടുകാർ സമ്മതിച്ചു. ആ വീട്ടുകാർക്കൊരു ബിഗ് സല്യൂട്ട്. അല്ലേ, നമ്മൾ ഞാനൊരു കാര്യം പറയട്ടെ, നമുക്ക് ഭയങ്കര കരുണയുള്ളവരെന്നാണ് നമ്മളെക്കുറിച്ച് എപ്പോഴും അവകാശപ്പെടുന്നത്. മനുഷ്യൻ ഭയങ്കര കരുണയുള്ളവനാണ്, ഭയങ്കര നീതി ഉള്ളവനാണ്. സ്വന്തം കാര്യത്തിലേക്ക് കടന്നു വരുമ്പോഴേക്കും, സ്വന്തം ജീവിതത്തിൻ്റെ ഏറ്റവും പേഴ്സണൽ കാര്യങ്ങളിലേക്ക് വരുമ്പോഴേക്ക്, സെലക്ഷനോ മറ്റുള്ള കാര്യങ്ങളോ ഒക്കെ വരുന്ന സമയത്ത് അവൻ ശരിക്കും പറഞ്ഞാൽ പക്കാ സെൽഫിഷായിട്ട് മാറും. അവിടെ കാരുണ്യവും മറ്റുള്ള പല കാര്യങ്ങളും ഒക്കെ വളരെ അധികം മാറി നിൽക്കുന്ന ഒരു തരത്തിലേക്ക് വരും ആ ഒരു സംഭവം. അപ്പം ഇവിടെ ആ കുട്ടിയുടെ ലൈഫിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു പാർട്ട്ണർ ഇങ്ങനെ ഒരു സംഭവമൊക്കെ വന്നെന്ന് കേട്ടപ്പോൾ ഉറപ്പിച്ച കല്യാണം വീട്ടുകാരങ്ങ് നടത്താമെന്ന് തീരുമാനിച്ചു എന്നുള്ള കാര്യമാണ്. അതിന്ന് വിട്ടുപോയിട്ടില്ല. അല്ല, ലവ് മാരേജ് ആണല്ലോ. അപ്പം ലവ് ആണല്ലോ. അപ്പം അച്ചാച്ചന് എന്തോ ഫസ്റ്റ് കുറച്ച് എല്ലാ വീട്ടിലും കാണുമല്ലോ. ഫസ്റ്റ് സമ്മതിക്കത്തില്ല, പക്ഷെ എപ്പോഴെങ്കിലൊക്കെ സമ്മതിക്കുമെന്ന് അറിയായിരുന്നു. പക്ഷെ ആക്സിഡന്റ് പറ്റി കഴിഞ്ഞപ്പോഴത്തേന് ഇപ്പൊ എന്നെക്കാട്ടും ഇഷ്ടമുണ്ട് വീട്ടുകാർക്ക് അതിന്. ബിഗ് സല്യൂട്ട് ടു ദ ഫാമിലി, ഹോൾ ഫാമിലി. ഇതിന് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവരും. കാരണം വീട്ടുകാർ സാധാരണ ഇതിൽ പറയാം, എൻ്റെ മോളാണ്, ഞാൻ ഇത്രയും കാലം വളർത്തിയ മോളാണ് അവൻ എന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞാൽ വളരെ സാധാരണ ഈ യാഥാസ്ഥിതികമായ ചിന്താഗതിയുള്ള ആൾക്കാരെ കുറിച്ചാണ്. അവിടെ ഒരു മനുഷ്യ ജീവി എന്നുള്ളതോ അല്ലെങ്കിൽ അവരുടെ ഇഷ്ടത്തിന് ഒരു വാല്യൂ കൊടുക്കാതെ, ഇത് എൻ്റെ മകളുടെ ലൈഫ് ഇങ്ങനെ ഇവൻ്റെ കൂടെ എങ്ങനെ ജീവിക്കും, ഇനി പുള്ളി എന്നാണ് റിക്കവർ ചെയ്ത് വരാൻ സാധ്യതയുള്ളത്. സ്പൈനൽ ഇഞ്ചുറി ഒക്കെ കഴിഞ്ഞിട്ട് റിക്കവറൊക്കെ ചെയ്തിട്ടുള്ള ആൾക്കാർ വന്നിട്ടുണ്ട് കേട്ടോ, അങ്ങനെ പൂർണ്ണമായിട്ട് അങ്ങ് പോകുന്നല്ല. അപ്പം എന്നൊക്കെ, പക്ഷേ അവരുടെ ആദ്യ സ്വന്തം മകളുടെ ലൈഫ് ഭാവി എന്നുള്ള രീതിയിലേക്കൊക്കെ ചിന്തിച്ച് ചിലപ്പോൾ അവർക്ക് വേണമെങ്കിൽ ആ ഡിസിഷനിൽ നിന്ന് ഈ കുട്ടിയെ പിന്തിരിപ്പിക്കാമായിരുന്നു, ഇത് നടക്കത്തില്ല എന്ന് പറയാമായിരുന്നു. പക്ഷേ അവരത് ചെയ്തിട്ടില്ല. അവിടെയാണ് സത്യം പറഞ്ഞാൽ ഇതൊക്കെ ഇങ്ങനെയൊക്കെയുള്ള ശക്തരായിട്ടുള്ള ആൾക്കാർ, സ്നേഹമുള്ള ആൾക്കാർ, സത്യം പറഞ്ഞ് ഇവരാണ് ശരിക്കും സെൽഫിഷ് അല്ല എന്ന് പറഞ്ഞ കരുണയുള്ള മനുഷ്യത്വമുള്ള ആൾക്കാർ. ഇവ രണ്ട് വീട്ടുകാരുടെ സമ്മതത്തേക്കാൾ കൂടുതൽ ഞങ്ങൾ ചെട്ടിയിരിക്കുന്ന അതിലാണ്. കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ എന്തെങ്കിലും ഒരു കുഞ്ഞു കാര്യം പറഞ്ഞ് ടോക്സിക് ആണെന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഉപേക്ഷിച്ചു ഈ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടും താൻ കൂടുന്നതിലാണ്. പുള്ളിക്കാരൻ പറഞ്ഞത് കറക്റ്റാണ്. എന്തറിയാമോ, ഈ കാലഘട്ടത്തിലെന്നല്ല, അത് പണ്ട് മുതലേ ഉള്ളതാണ്. നമ്മുടെ എന്തെങ്കിലും ഒരു ചെറിയൊരു ബുദ്ധിമുട്ടോ മറ്റുള്ള കാര്യങ്ങളോ വരുന്ന സമയത്ത് ഒരു നിസാര കാര്യത്തിനകത്ത് ഇട്ടെറിഞ്ഞ് പോകും. അതിന് പെണ്ണ് മാത്രമല്ല, അത് ആണും ഉണ്ട് ഇതിനകത്ത്. നിസാര കാര്യത്തിന് തന്നെ ഇട്ടെറിഞ്ഞിട്ട് പോവുക, നിസാര കാര്യം. ഇപ്പോൾ കഴിഞ്ഞ ഒരു മാസത്തിന് മുമ്പൊന്നാണ് ഞാനത് കേട്ട് ചിരിക്കുക ചെയ്തത്. അതായത് ഞാനൊരു മതത്തിനെ കുറ്റപ്പെടുത്തി പറയുന്നതല്ല, ഒരു മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ഒരു വ്യക്തി, ഞാൻ മതം പറയുന്നതല്ല പ്ലീസ്, എല്ലാ മതത്തിനകത്തുണ്ട്. എന്നാലും ഞാൻ കേട്ട് ചിരിച്ചൊരു കാര്യം റീല് കണ്ടപ്പോൾ, അദ്ദേഹത്തിൻ്റെ ഭാര്യയെ വിളിച്ചിട്ട് എന്തോ ഫോൺ എടുക്കാത്തതുകൊണ്ടോ 2-3 പ്രാവശ്യമായിട്ട് പുള്ളി വിളിച്ചിട്ട് പുള്ളിക്കാരത്തി ഫോൺ എടുക്കാത്തതുകൊണ്ടോ എന്തോ ആയിട്ട് പുള്ളിക്കാരോട് തന്നെ ഫോൺ വിളിച്ചിട്ട് ഞാൻ ഇത് തോന്നുന്നത് എന്തോ ഒരു അറബി വാക്ക് പറഞ്ഞാൽ നിന്നെ മൊഴി ചൊല്ലിയിരിക്കുന്നത്. നിസ്സാരമാണ്, അതങ്ങ് കളഞ്ഞിട്ട് പോവുകയാണ്. ഞാൻ പറഞ്ഞില്ലേ, അപ്പോൾ അത്രയേ ഉള്ളൊരു ബന്ധം, അത്രയേ ഉള്ളൂ, ചെറിയ വൈകാരികതയുടെ പുറത്ത് കളഞ്ഞിട്ട് പോകുന്നു. ഇവിടെ അതിവൈകാരികമായിട്ട് വേണമെങ്കിൽ ആ കുട്ടിക്ക് ചിന്തിച്ച് ലൈഫ് എന്നുള്ള രീതിയിൽ സെറ്റിലാവണം, അതൊന്നും വേണ്ട, നമുക്ക് അത് പറ്റത്തില്ല എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ ചിന്തിക്കാം. പക്ഷേ ആ തീരുമാനത്തിലേക്കൊന്നും പോകാതെ തൻ്റെ പ്രിയപ്പെട്ടവനൊപ്പം നിലകൊണ്ടു എന്നുള്ള കാര്യമാണ്. സമ്മതിക്കണം. അവനെ ഇട്ടിട്ട് പോയെങ്കിലും എനിക്ക് അതില്ലാണ്ട് പറ്റും. ഹലോ, എന്താ പേര്? യദു കൃഷ്ണ. ചെങ്ങന്നൂർ തന്നെയാണോ? ചെങ്ങന്നൂർ ആണ്. നിങ്ങൾ എങ്ങനെയാ ആദ്യം കണ്ടേ? ഞങ്ങള് പണ്ട് മുതലേ സ്കൂളിലാണ് പഠിച്ചത്. പക്ഷേ +2 കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ കണ്ടിട്ടുള്ളൂ. 8ാം ക്ലാസ് മുതലേ സ്കൂളിലായിരുന്നു. +1 +2 ആണ് കണ്ടത്. എത്ര കൊല്ലം പ്രേമിച്ചു? 7 കൊല്ലം. കറക്റ്റ് എനിക്കറിയത്തില്ല. എത്രാമത്തെ കൊല്ലം വീട്ടിൽ പിടിച്ചത് അത് പറ. അത് എനിക്ക് 7 കൊല്ലത്തെ പ്രണയത്തിനിടയ്ക്ക് ആക്സിഡൻ്റിൽ അദ്ദേഹത്തിൻ്റെ എന്താ പറയുക വീൽ ചെയറിലേക്ക് മാറുന്നു. ആ സാഹചര്യത്തിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ കൂടെ നിന്നുകൊണ്ട് ആ പെൺകുട്ടി അദ്ദേഹത്തിന് നമുക്കിനി ഒരുമിച്ച് ജീവിക്കാം, എന്തായിരുന്നാലും ഇങ്ങനെയൊക്കെ സംഭവിച്ചു, ഇനി നമുക്ക് ഒരുമിച്ച് ജീവിക്കാം എന്നുള്ള തീരുമാനം എടുക്കുന്നു. ആ ചിരികളോ ഇവരുടെ ആ ഒരു സുന്ദരമായ നിമിഷങ്ങളിലൂടെ വളരെ ഹാപ്പി ആയിട്ടാണ് അവരുടെ ലൈഫ് പോകുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പാട്ടും സന്തോഷവും കണ്ട ഏറ്റവും നല്ല ക്വാളിറ്റി. എന്തുകൊണ്ടാണ് അങ്ങനെ വിട്ടുപോകാൻ പാത്രം അത്രയും സ്നേഹിക്കാനുള്ള കാരണം? ഇതുമില്ല, എനിക്ക് അയാളെ ഭയങ്കര ഇഷ്ടമാണ്, എന്നെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് അയാളെ ഭയങ്കര ഇഷ്ടമാണ്, അയാൾക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ്. അതിനപ്പുറത്ത് പിന്നെ എന്താണ് പറയാനുള്ളത്? അൺകണ്ടീഷണൽ ലവ്. അവിടെ വേറൊരു കണ്ടീഷൻ്റെ ആവശ്യം വരുന്നില്ല. ഉള്ളിലുള്ള റിയലായിട്ടുള്ള പ്രണയം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും പറയും പ്രണയം ഒന്നല്ലേ ഉള്ളൂ, റിയൽ ഉണ്ടോ, റിയൽ ഇല്ല എന്നുള്ളത്. പ്രണയം അഭിനയിക്കുന്നതിന് എങ്ങനെ റിയൽ എന്ന് പറയാൻ പറ്റും? അപ്പോൾ അത് പ്രണയമല്ല, ബട്ട് അത് റിയൽ അല്ല. അതുപോലെ തന്നെയാണിത്. ഇതിനകത്ത് അൺകണ്ടീഷണലാണ്. എനിക്കിതൊക്കെ ഇങ്ങനെയൊക്കെയുള്ളൊരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതൊക്കെ എൻ്റെ ഒരു ഭാഗ്യമാണല്ലോ. ഞാൻ ഇവരുടെ ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഒരാളാണല്ലോ എന്നുള്ളത് ഓർക്കുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്നു. നിങ്ങളുടെയൊക്കെ അടക്കം
എല്ലാവരുടെ ലൈഫ് ചിന്തിച്ച് കഴിഞ്ഞാൽ പുറകിലോട്ട് പോയി കഴിഞ്ഞാൽ എത്രയോ ട്രാജഡി ഉണ്ടാവില്ലേ, പ്രണയത്തിൻ്റെ പേരിലുള്ള ഒരു ട്രാജഡി, എത്രയോ നഷ്ടങ്ങൾ ഉണ്ടാവും അല്ലേ, എത്രയോ പേര് നിങ്ങൾ ഓർത്ത് നിന്ന് ചിലപ്പോൾ കരയുന്നുണ്ടായിരിക്കും നിങ്ങളൊക്കെ. അപ്പോൾ നല്ല പ്രണയങ്ങൾ ഇങ്ങനെ കാലാധിപത്യമായിട്ട് തുടരട്ടെ അല്ലേ. അവർക്ക് വേണ്ടിയിട്ട് നമുക്കെന്നും അനുഗ്രഹങ്ങൾ, ആശീർവാദങ്ങൾ കൊടുക്കാം. ക്വാളിറ്റി ഉണ്ടാവുമല്ലോ ഇഷ്ടപ്പെടാൻ ചുമ്മാ ഇപ്പൊ എനിക്ക് എന്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് അവനാ. എനിക്ക് ഇപ്പൊ എന്ത് കാര്യം ഉണ്ടെങ്കിലും ഫസ്റ്റ് എന്റെ വീട്ടുകാരെക്കാട്ടിലും മുന്നേ അവനോടായിരിക്കും പറയുന്നത്. അതെനിക്ക് കേട്ടിരിക്കാൻ പറ്റുന്നുണ്ടല്ലോ. മനസ്സിലാക്കിയ ഒരാൾ. ഇതിലൊന്നും പറയാൻ കൂടുതൽ വാക്കുകളൊന്നും ഇല്ല, ഇത്രയൊക്കെ തന്നെ മതി. എന്തായിരുന്നാലും എന്താണ് ജ്യോതികയ്ക്കും യദുവിനും നിങ്ങളുടെ ഈ ഒരു ആയുഷ്കാലം മുഴുവൻ സന്തോഷവും സ്നേഹവും ചെറിയ ചെറിയ കൊച്ചു പിണക്കങ്ങളും ഇണക്കങ്ങളും ഒക്കെ ആയിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയട്ടെ. എത്രയും പെട്ടെന്ന് യദു ആ വീൽ ചെയറിൽ നിന്നൊക്കെ എണീറ്റ് വന്ന് നമ്മുടെ എന്താണ് ജ്യോതികയെ എടുത്ത് ഇങ്ങനെ കറക്കി ഈ ലോകം മൊത്തം സഞ്ചരിച്ച് നിങ്ങൾ ചിലപ്പോൾ ചൊവ്വയിലോ ചന്ദ്രനിലോ ഒക്കെ പോയി അടിപൊളിയായിട്ട് ജീവിക്കണം എന്നുള്ളത് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. ചെറിയ സങ്കടവും വരുന്നു, വളരെ വലിയ സന്തോഷമുണ്ട്. ഈ കാലഘട്ടത്തിലും ഇങ്ങനെയൊക്കെ കാണാൻ കഴിയുന്നല്ലോ, അതിന് നമ്മളും സാക്ഷികളാകുന്നല്ലോ എന്നുള്ളത്. എന്തായിരുന്നാലും ഒരു ചിരി ബമ്പർ ചിരിയിലേക്ക് അവരെത്തിയതിലൂടെയാണ് ഞാനിത് അറിയുന്നത്. അപ്പോൾ ആ ഒരു ഫ്ലോറിനും ആ ഒരു ചാനലിനും ഇതിൻ്റെ പിന്നണിയിൽ അവരെ കൊണ്ടുവന്ന എല്ലാവർക്കും 1000 നന്ദി. കാരണം നല്ല 2 മനുഷ്യജീവികളെ അവരുടെ ജീവിതത്തിനെ ഒന്ന് കാണിച്ചു തന്നു. അത് നമുക്കും ചില ഓർമ്മപ്പെടുത്തലും നമുക്കും കുറച്ചുകൂടെ നമ്മുടെ ജീവിതത്തിൽ പകർത്താനും ചില കാര്യങ്ങൾ ഇതിനകത്ത് ഘടകങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ വലിയ സന്തോഷമുള്ളൊരു കാര്യമാണ്. അതിനെല്ലാവർക്കും ഒരു കയ്യടി. സോ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? നിങ്ങളുടെ ലൈഫിൽ തേപ്പ് കിട്ടിയിട്ടുണ്ടോ? നിങ്ങൾ ഏറ്റവും സ്നേഹിച്ച ഒരാൾ നിങ്ങളെ വിട്ടുപോയിട്ടുണ്ടോ? അതിനുശേഷം നിങ്ങൾ ആ വേദന ഇന്നും നീറി ജീവിക്കുന്നുണ്ടോ? ഇന്നും ആ വ്യക്തി വരുമെന്ന് കാത്തിരിക്കുന്നുണ്ടോ? അതോ അയാളിൽ നിന്ന് വിട്ടുപോകാൻ പറ്റാത്ത മനസ്സുമായിട്ട് നിങ്ങൾ ജീവിക്കുന്നുണ്ടോ? താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നത് ഗൈസ്. ബൈ.